നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ ഇന്ത്യയുടെ വമ്പൻ നീക്കം. ഓപ്പറേഷൻ സാഡ് ഹവ എന്ന പേരിൽ സുരക്ഷാ നടപടികൾ ആരംഭിക്കാൻ അതിർത്തി സുരക്ഷാ സേന ഒരുങ്ങുകയാണ്. കാശ്മീർ അതിർത്തിയിലെ ഉയർന്ന ഭൂപ്രദേശങ്ങളിലും ജമ്മുവിലെ സുപ്രധാന സുരക്ഷാ കേന്ദ്രങ്ങളിലും തുടങ്ങി രാജസ്ഥാനിലെ വിശാലമായ മരുഭൂമി വരെയുള്ള ഭാരത പാക് അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും അനധികൃത നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ, കള്ളക്കടത്ത് തുടങ്ങിയവ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് BSF വാർഷിക ശൈത്യകാല സുരക്ഷാ പ്രവർത്തനമായ ഓപ്പറേഷൻ സാഡ് ഹവ ആരംഭിക്കുന്നത്. അടുത്ത മാസത്തോടെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി അതിർത്തിക്കടുത്തുള്ള സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ജനുവരി അവസാനം വരെ പ്രവർത്തനങ്ങൾ തുടരുമെന്നും BSF ഉദ്യോഗസ്ഥർ അറിയിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഈ ഓപ്പറേഷൻ നിർണായകമാണ്. അതിനാൽ അതിർത്തി സുരക്ഷാ സേന ഇത് ശ്രദ്ധാപൂർവവും കർശനമായും നടപ്പിലാക്കുന്നു. അവർ ഓപ്പറേഷൻ എങ്ങനെ നിർവഹിക്കുന്നു എന്നത് ഇങ്ങനെയാണ്. അന്താരാഷ്ട്ര അതിർത്തിയിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനാണ് ഓപ്പറേഷൻ സാഡ് ഹവ ആരംഭിച്ചത്. ഈ ഓപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ അതിർത്തിക്കടുത്തുള്ള പോലീസ് സ്റ്റേഷൻ പ്രദേശങ്ങൾക്ക് ചുറ്റും BSF ജവാന്മാർ അത്യാധുനിക ആയുധങ്ങളുമായി പെട്രോളിംഗ് നടത്തും. നുഴഞ്ഞുകയറ്റ ഭീഷണിയുടെ തീവ്രത കണക്കിലെടുത്ത് മേഖലയിൽ പെട്രോളിംഗ് നടത്തുന്ന ജവാന്മാരുടെ എണ്ണം BSF വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ കാലയളവിൽ ഓപ്പറേഷൻ സാഡ് ഹവ രഹസ്യാന്വേഷണ വിഭാഗം സജീവമായി തുടരുന്നു. അതിർത്തി സുരക്ഷാ സേന ഈ മേഖല കാൽനടയായും വാഹനങ്ങളിലും നിരീക്ഷിക്കുന്നു. ജവാന്മാർ കാൽനട ട്രക്കിംഗും നടത്തുന്നു. ഇത്തരത്തിലുള്ള പെട്രോളിംഗിനിടെ നുഴഞ്ഞുകയറ്റക്കാർ ഉപയോഗിക്കുന്ന ഒട്ടകങ്ങളെയോ വാഹനങ്ങളെയോ കണ്ടെത്താനാകും. BSFന്റെ എല്ലാ വിഭാഗങ്ങളിലെയും ഉദ്യോഗസ്ഥർ ഈ അഭ്യാസത്തിൽ പങ്കുചേരും. മാത്രമല്ല, നുഴഞ്ഞുകയറ്റ സാധ്യതയുള്ള ചില സെൻസിറ്റീവ് സ്ഥലങ്ങളിൽ അധിക ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. ഗാഡ്ജറ്റുകൾ, ആധുനിക ആയുധങ്ങൾ എന്നിവയ്ക്കൊപ്പം 4 എയർ സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടായിരിക്കും. ചിലപ്പോൾ പോലീസും BSFും സംയുക്തമായി പെട്രോളിംഗ് നടത്താറുണ്ട്. നിരീക്ഷണ രഹസ്യാന്വേഷണ വകുപ്പുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി BSF അഭ്യാസങ്ങളും നടത്തും. 20-30% സൈന്യത്തെ ഈ അതിർത്തികളിൽ വിന്യസിക്കും. സംരക്ഷണ പദ്ധതിയുടെ റിഹേഴ്സലും നടത്തും. പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നുള്ള ദുരുദ്ദേശമുള്ള ആളുകളുടെ നുഴഞ്ഞുകയറ്റത്തിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കുന്നതിനാണ് ഓപ്പറേഷൻ സാഡ് ഹവ പ്രധാനപ്പെട്ടത്. ശൈത്യകാലത്ത് ഉൾപ്രദേശങ്ങളിലെ മരുഭൂമി പ്രദേശങ്ങളെ മൂടാൻ സാധ്യതയുള്ള മൂടൽമഞ്ഞും മുതലെടുത്ത് നുഴഞ്ഞുകയറ്റക്കാർ ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് കടക്കുന്നുണ്ട്. അതിനാൽ ശൈത്യകാലത്ത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഈ പ്രവർത്തനം വളരെ പ്രധാനമാണ്. രാജസ്ഥാനിലെ അന്താരാഷ്ട്ര അതിർത്തിയിൽ ശൈത്യകാലത്ത് കനത്ത മൂടൽമഞ്ഞിന്റെ മറവിൽ നിരവധി നുഴഞ്ഞുകയറ്റങ്ങൾ നടക്കുന്നുണ്ട്. അതിനാൽ ഈ നുഴഞ്ഞുകയറ്റങ്ങൾ തടയുന്നതിനും ഈ മേഖലയിലെ സാധ്യമായ സുരക്ഷാ ലംഘനങ്ങൾ തടയുന്നതിനുമായി BSF ആദ്യം ഓപ്പറേഷൻ സാഡ് ഹവ ആരംഭിച്ചത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.